നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നും ഇല്ലാന്ന്. നിത്യ പോവാൻ നോക്ക്. ഒന്ന് നിന്നെ. കുഞ്ഞിനെ മാറ്റിയ കാര്യം ഞാൻ എല്ലാവരോടും പറയട്ടെ. ഇത്രയും എന്നെ സ്നേഹിക്കുന്ന തന്നെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാ? അങ്ങനെ പോയാൽ തന്നെ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നോ? താൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ മുതൽ ഞാൻ തീരുമാനിച്ചതാ, തന്നെ വിട്ടിട്ട് ഞാൻ എങ്ങും പോവില്ലെന്ന്. ഇനിയുള്ള കാലം ഞാൻ എന്നും തന്റെ ഒപ്പം ഉണ്ടാവും, ഉറപ്പ്. അതെ, ഇവിടുത്തെ കഥക് തുറന്നാ കിടക്കുന്നേ. ചിലപ്പോ ഒരിക്കൽ കൂടെ അച്ഛൻ വന്നാലും. എന്നാ ഞാൻ പോയിട്ടേ കഥക് പൂട്ടിയിട്ട് വരാം. നിന്നോട് നാണം ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതില്ലാന്ന് നീ നേരത്തെ തന്നെ തെളിയിച്ചു കഴിഞ്ഞതാ. അവന്റെ ഒരു ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കുന്നു, എന്തിനാ ഇവിടെ അവന്തിയെ കാണാൻ വന്നേന്ന്. ഇനി ഞാൻ ചോദിക്കുന്നോണ്ടാണ് പറയാത്തെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന വേറെ ആൾക്കാർ ഈ വീട്ടിലുണ്ട്. അവരെ ഞാൻ വിളിക്കാം. നീ എപ്പോ വന്നു? ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. ഇവരെന്തിനാ നിങ്ങളെ കാണാൻ വന്നേ? അതറിഞ്ഞിട്ട് നിനക്കിപ്പോ എന്ത് വേണം? എനിക്ക് പലരുമായി പല ബന്ധങ്ങളും കാണും. അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. എന്നെ ബോധിപ്പിക്കണ്ട, പക്ഷെ ബോധിപ്പിക്കേണ്ട ആൾക്കാര് ഈ വീട്ടിൽ തന്നെ ഉണ്ട്. അവരെ ബോധിപ്പിച്ചാ മതി. അന്ന് ആശുപത്രി വെച്ച് കണ്ടപ്പോ തന്നെ ഇവരാളത്ര ശരിയല്ലെന്ന് എനിക്ക് മനസ്സിലായതാ. അല്ല, ശരിയല്ലാത്ത ആളുകളുമായിട്ടാണല്ലോ നിങ്ങക്ക് കൂട്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കുന്നില്ല. എങ്കിലും ആശുപത്രിയിലെ നഴ്സായ ഇവര് എന്ത് കാര്യത്തിനാ നിങ്ങളെ ഇപ്പൊ ഇവിടെ കാണാൻ വന്നേന്ന് എനിക്കറിയണം. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇവളെ ആശുപത്രിയിലെ നേഴ്സ് ആയതുകൊണ്ട് ഞാനുമായിട്ടൊരു ബന്ധം പാടില്ലെന്നുണ്ടോ? എന്നെ കാണാൻ പലരും വരും. അത് ചിലപ്പോ ഡോക്ടറായിരിക്കും, ചിലപ്പോ വക്കീലായിരിക്കും, ചിലപ്പോ സയന്റിസ്റ്റും ആയിരിക്കും, അല്ലെങ്കിൽ ദേ ഇതുപോലെ നേഴ്സും ആയിരിക്കും. അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ഇവിടെ വരുന്നവർക്കും ഇല്ല. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കർച്ചന. നിത്യവാ. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തത്? അത് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനായിട്ടായിരുന്നു. എന്ത് അത്യാവശ്യമായാലും എന്നെ ഫോണിൽ വിളിച്ചാ പോരെ? നേരിട്ട് എഴുന്നള്ളണോ? ഞാൻ ഒന്ന് രണ്ട് വട്ടം വിളിച്ചപ്പോ മാഡം ഫോൺ എടുത്തിരുന്നില്ല. അതാ നേരിട്ട് വരാന്ന് കരുതിയത്. അങ്ങനെ നീ വിളിക്കുമ്പോഴൊക്കെ ഫോൺ എടുക്കാൻ ഞാനും നീയും തമ്മിൽ എന്താ ബന്ധം? അതുപോട്ടെ, വന്ന കാര്യം പറഞ്ഞു തൊലയ്ക്ക്. എന്റെ അനിയത്തിയുടെ മോനൊരു സർജറി ഉണ്ട്. അത് ഞാൻ വന്ന് ചെയ്യണോ? ഇനി കുടുംബക്കാരും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കാര്യം പറഞ്ഞെത്തിയേ. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ അനിയത്തിയുടെ മോന് കണ്ണിനൊരു സർജറി ഉണ്ടായിരുന്നു. മറ്റന്നാളാ. അപ്പോ ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ട പണം തികഞ്ഞില്ല. കയ്യിലുണ്ടായിരുന്നതും പണയം വെച്ചതും കടം വാങ്ങിച്ചതൊക്കെ കുറച്ചായി. പക്ഷെ തികയുന്നില്ല.
അപ്പോ എന്നെ ഓർമ്മ വന്നു, ഇവിടേക്ക് കയറി വന്നു അല്ലേ? അതെ, എനിക്കൊരു 50,000 രൂപ തന്ന് മാഡം സഹായിക്കണം. 50,000 രൂപയോ? നിനക്ക് വല്ല വട്ടുണ്ടോ നിത്യ? വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഇവിടെ വന്ന് ചോദിക്കുന്നത്. നിന്നെക്കാളും നിവർത്തി കെട്ടാൻ ഞാൻ ജീവിക്കുന്നത്. വല്ല 5,000 10,000 ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരായിരുന്നു. 50,000 എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ബുദ്ധിമുട്ടാ. ഇനി മറ്റാരോടും ചോദിക്കാനില്ല, സമയവുമില്ല. അതാ, കടമായിട്ട് മതി, ഞാൻ തിരികെ തരാം. കടമായിട്ടായാലും സൗജന്യമായിട്ടായാലും പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ? അതില്ല എന്നാ ഞാൻ പറയുന്നത്. എനിക്കറിയാം മാഡത്തിന്റെ കയ്യിലുണ്ടെന്ന്. മനഃപൂർവ്വം തരാത്തതല്ലേ. ഞാൻ മാഡത്തിന് ചെയ്തെന്ന ഉപകാരമൊന്നും മറക്കരുത്. ഓ, അങ്ങനെയാണോ? ഉപകാരസ്മരണയൊക്കെ അന്നേ നമ്മൾ ക്ലോസ് ചെയ്തതാണല്ലോ. നീ ചെയ്തതിനൊക്കെ വീടായിട്ടും പണമായിട്ടും നീ അന്ന് വാങ്ങിച്ചെടുത്തില്ലേ? ഇനി നിന്റെ കുടുംബക്കാരെയും കൂടെ ഞാൻ നോക്കണോ? ഞാൻ പറഞ്ഞില്ലേ മാഡം, അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. ഞാൻ പറഞ്ഞു എന്റെ കയ്യിലൊന്നും ഇല്ലാന്ന്. നിത്യ പോവാൻ നോക്ക്. ഒന്ന് നിന്നേ. കുഞ്ഞിനെ മാറ്റിയ കാര്യം ഞാൻ എല്ലാവരോടും പറയട്ടെ. എനിക്ക് പൈസ കിട്ടിയേ പറ്റൂ. അതെന്താ നിത്യ ഒരു ഭീഷണിയുടെ സ്വരം? എനിക്ക് പണം വേണം, അത് മാഡം തരികയും വേണം. അല്ലെങ്കിൽ എല്ലാ കാര്യം എല്ലാവരോടും പറയും. നിനക്ക് എത്രയാ വേണ്ടത്? 50,000. എന്റെ കയ്യിലുണ്ടാ പണം. പക്ഷേ ഞാൻ നിനക്ക് 1 രൂപ തരില്ല. ഇവിടെ കയറി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുന്നോ? കൊച്ചിനെ മാറ്റിയ കാര്യം നീ പറ. ഞാൻ പറഞ്ഞിട്ടാണെങ്കിലും അത് ചെയ്ത നീയല്ലേ. അപ്പൊ എന്നെ പോലെ തന്നെ നീയും കുറ്റക്കാരിയാ. നീ നാവ് വളച്ച് അതിവിടെ പറഞ്ഞാ ഇവര് പോലീസിനെ വിളിക്കും. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടും. നിന്റെ കാര്യം പോക്ക. കുഞ്ഞിനെ മാറ്റിയ കുറ്റത്തിന് നീ ജയിലിലാവും. പിന്നെ നിന്റെ മോൾ അനാഥയാവും. വാർത്തയാവും. ജയിലിൽ നിന്നിറങ്ങിയ നിനക്ക് ഒരു ഹോസ്പിറ്റലിലും ജോലി ആരും തരാൻ പോകുന്നില്ല. നരകിക്കും നീ. ഇല്ലെങ്കിൽ ഞാൻ നരകിപ്പിക്കും. ഇനി ആലോചിച്ച് നോക്ക്, എല്ലാവരോടും എല്ലാം പറയണോ വേണ്ടയോന്ന്. അവന്തികയെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. നിന്റെ അനിയത്തിയുടെ മോന്റെ കണ്ണ് അടിച്ചു പോട്ടെ. ഈ സ്വഭാവത്തിനെ അത് തന്നെയാ വേണ്ടത്. അവളുടെ ഒരു സങ്കടവും ഭീഷണി. ഇറങ്ങിപ്പോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.